തണ്ടാമണ്ട മുണ്ടശ്ശേരി കേരള നാട്ടിൽ എന്തവകാശം. മണ്ടൻ മുണ്ടശ്ശേരി അടി ഡണ്ടം 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 ഡുണ്ടും ഡുണ്ടും. തണ്ടാമണ്ട മുണ്ടശ്ശേരി നിന്നെ പിന്നെ കണ്ടോളാം. ഒരു കാലത്ത്, അതായത് നമ്മുടെ വിമോചന സമരകാലത്ത്, കേരളത്തിൽ കോഴി കൂവുന്നതിന് മുമ്പ് കേരളം കേട്ടുണർന്നിരുന്ന മുദ്രാവാക്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ പറഞ്ഞു വന്ന കാര്യം മനസ്സിലായല്ലോ, ആരെക്കുറിച്ചാണ് എന്ന് മനസ്സിലായല്ലോ. അതെ, നമ്മുടെ പുകൾപെറ്റ വിദ്യാഭ്യാസ മന്ത്രി ജോസഫ് മുണ്ടശ്ശേരി മാസ്റ്ററെ കുറിച്ച് തന്നെ. മുണ്ടശ്ശേരി മാസ്റ്റർ ജനിച്ചത് ഇത്തരം ഒരു ജൂലൈ മാസത്തിലായിരുന്നു. ഒരു കൂട്ടം മാനേജ്മെന്റുകൾ അടക്കി വാണിരുന്ന വിദ്യാഭ്യാസത്തിന്റെ ഇടനാഴികളിലേക്ക് മുണ്ടശ്ശേരി മാസ്റ്ററുടെ വിദ്യാഭ്യാസ ബിൽ ഇടുത്തി പോലെ വന്നു വീഴുകയായിരുന്നു. അന്ന് പള്ളിയിലച്ഛന്മാരും പിള്ളയച്ഛന്മാരും കൂടി അതിനെ ചെറുത്തു. വിദ്യാഭ്യാസം വീണ്ടും ഒരു കച്ചവടമാകുന്ന ഈ കാലഘട്ടത്തിൽ മുണ്ടശ്ശേരി ഉയർത്തിവിട്ട വിദ്യാഭ്യാസ വിപ്ലവം എത്രമാത്രം വലുതായിരുന്നു എന്ന് നമുക്ക് വായിച്ചെടുക്കാം. അന്ന് എതിർത്തവർ പോലും പിൽക്കാലത്ത് ഈ ബില്ലിലെ വ്യവസ്ഥകൾ പലതും അംഗീകരിച്ചു എന്നതും ചരിത്രമാണ്. കൊച്ചി നിയമസഭയിലും തിരുക്കൊച്ചി നിയമസഭയിലും അംഗമായിരുന്ന മുണ്ടശ്ശേരി മാസ്റ്റർ 1957 ആദ്യമായി കേരള നിയമസഭയിൽ എത്തുന്നത്. അതായത് നമ്മുടെ ആദ്യ തിരഞ്ഞെടുപ്പിൽ തന്നെ. കേവലം ഒരു രാഷ്ട്രീയക്കാരന്റെ കുപ്പായത്തിൽ ഒതുങ്ങുന്നതായിരുന്നില്ല ജോസഫ് മുണ്ടശ്ശേരി മാസ്റ്ററുടെ വ്യക്തിത്വം. അധ്യാപകൻ, കഥാകാരൻ, നോവലിസ്റ്റ്, വാഗ്മി, പത്രാധിപർ, പുകൾപെറ്റ നിരൂപകൻ എന്നീ നിലകളിലെല്ലാം മുണ്ടശ്ശേരി മാസ്റ്റർ വളരെ വ്യത്യസ്തനായിരുന്നു. കേരളത്തിലെ കീർത്തികേട്ട ഗദ്യശൈലിയുടെ അമരക്കാരനായിരുന്നിട്ടും പാണ്ഡിത്യത്തിന്റെ ഭാരവും പേറി നടക്കുന്ന പണ്ഡിതനായിരുന്നില്ല ജോസഫ് മുണ്ടശ്ശേരി. അദ്ദേഹത്തിന്റെ ആത്മകഥയായ കൊഴിഞ്ഞ ഇലകളിൽ മുണ്ടശ്ശേരി മാസ്റ്റർ ജീവിതത്തിലും സമൂഹത്തിലും ഉയർത്തിയ മൂല്യങ്ങളെല്ലാം നമുക്ക് വായിച്ചെടുക്കാം. ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥ് വിദ്യാഭ്യാസ മന്ത്രിയാകുമ്പോൾ ചരിത്രത്തിന്റെ ഒരു ആവർത്തനം കൂടിയാണ്. ആദ്യ മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ജോസഫ് മുണ്ടശ്ശേരി മാസ്റ്ററും സി രവീന്ദ്രനാഥും രണ്ടുപേരും തൃശൂർ സെന്റ് തോമസ് കോളേജിലെ അധ്യാപകരായിരുന്നു. സി രവീന്ദ്രനാഥ് രസതന്ത്ര വിഭാഗത്തിലെ അധ്യാപകനായിരുന്നെങ്കിൽ മലയാള വിഭാഗത്തിലെ അധ്യാപകനായിരുന്നു ജോസഫ് മുണ്ടശ്ശേരി മാസ്റ്റർ. അപ്പോൾ അങ്ങനെയാണ് ജോസഫ് മുണ്ടശ്ശേരി മാസ്റ്റർ കേരള രാഷ്ട്രീയത്തിലും സാഹിത്യ രംഗത്തും മറ്റുള്ളവരിൽ നിന്ന് ഏറെ വ്യത്യസ്തനാകുന്നത്.